നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വാർത്തകളും മുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വഖഫ് സംബന്ധിച്ചുള്ളത്. ബില്ല് പാർലമെന്റിലൊക്കെ വന്നു, പക്ഷെ അപ്പോഴും മൗനം തുടരുക തന്നെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്ത വന്നു, വഖഫ് ഭേദഗതി വന്നപ്പോഴത്തേക്ക് അത് എത്ര ഭീകരമാണ്, അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. KC വേണുഗോപാൽ തുടങ്ങി താഴേക്കുള്ള നേതാക്കളുടെ ആശങ്ക, സമരം, പ്രക്ഷോഭം. അതായത് വഖഫ് ഭേദഗതി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരായ ബിൽ എന്നായിരുന്നു വ്യാഖ്യാനം. എന്താണ് വഖഫ് ഭേദഗതി, എന്താണ് നിലവിലുള്ള വഖഫ് നിയമം, ഇതൊന്നും പരിഗണിക്കാതെ നോക്കാം. വഖഫ് ബില്ലിനെ അനുകൂലിച്ച് ക്രൈസ്തവ സംഘടനകൾ രംഗത്ത്. ചെറായി, മുനമ്പം വില്ലേജുകളിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് കയ്യേറുന്നത് ചൂണ്ടിക്കാട്ടി KCBCയും സിറോ മലബാർ സഭയും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നിവേദനം നൽകി. വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാൻ നിർദ്ദേശമുണ്ടാകണമെന്നാണ് ക്രൈസ്തവ സംഘടനകളുടെ ആവശ്യം. വിവരങ്ങളുമായിട്ട് ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ വഖഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തി എന്നുള്ള വാർത്തയാണ് ഇത്. വിഷയം പരിഹരിക്കാൻ നിർദ്ദേശമുണ്ടാകണമെന്നൊരാവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രജനി, നിലവിൽ ഈ JPC-യുടെ പരിഗണനയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വഖഫ് ഭേദഗതി ബില്ലുള്ളത്. ലോക്സഭയിലും രാജ്യസഭയിലും ഇത് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളും ഒക്കെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പിന്നീട് ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കുകയായിരുന്നു. അങ്ങനെ JPC-യുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ ഈ ഒരു ബില്ല് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. സെപ്റ്റംബർ 10-ാം തീയതി, അതായത് ഏതാണ്ട് 2 ആഴ്ച മുൻപാണ് KCBCയും അതുപോലെ തന്നെ ഈ സിറോ മലബാർ സഭയും ഇത്തരത്തിലൊരു കത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കും പാർലമെന്റ് സെക്രട്ടേറിയറ്റിനും അയച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴാണ് കൂടുതൽ സജീവമായി വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ക്രൈസ്തവ സംഘടനകൾ ഇത്തരത്തിൽ ഈ ബില്ല് അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിയ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ചില പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത നേതാക്കൾ എന്തുകൊണ്ട് ഈ ക്രൈസ്തവ സഭകളും മറ്റും ഈ ബില്ല് അനിവാര്യമാണെന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമായും KCBCയും അതുപോലെ തന്നെ സിറോ മലബാർ സഭയും ഇത്തരമൊരു നിലപാട് കൈക്കൊള്ളുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നത് എറണാകുളം ജില്ലയിലെ ചിറായി അതോടൊപ്പം തന്നെ മുനമ്പം തുടങ്ങിയ സ്ഥലത്ത് നടന്ന സംഭവ വികാസങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ മുനമ്പം അതോടൊപ്പം തന്നെ ചിറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏതാണ്ട് 600ഓളം ക്രൈസ്തവ വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ വഖഫ് ബോർഡിൻ്റെതാണ് എന്ന അവകാശവാദമാണ് വഖഫ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അവകാശവാദം മുന്നോട്ട് വയ്ക്കുകയും ഇതേ തുടർന്ന് വലിയ ആശങ്ക ഏതാണ്ട് 600 ക്രൈസ്തവ ഭവനങ്ങൾക്ക് ഉണ്ടായി. കാരണം അവർ വർഷങ്ങളായി തന്നെ ജീവിച്ചു വരുന്ന പ്രദേശമാണ് ചിറായി അതോടൊപ്പം തന്നെ മുനമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ 600ഓളം പരമ്പരാഗത ക്രൈസ്തവ കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് മേലാണ് അവരുടെ വീടും മറ്റും തങ്ങളുടെ ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്ന വാദം വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KCBCയും സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട സംഘടനകളും ഇപ്പോൾ പാർലമെന്റ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. പുതിയ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ഈ പ്രശ്നം കൂടി, അതായത് ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ഭൂമിക്കുമേൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുന്നതാകണം പുതിയ ഭേദഗതി നിയമം എന്ന ആവശ്യമാണ് ഈ നിവേദനത്തിൽ സിറോ മലബാർ സഭയും KCBCയും ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗതം, ഇത് വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയല്ലേ ഗൗതം? നേരത്തെ രജനി ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ അതെന്തോ മുസ്ലിം വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ ന്യൂനപക്ഷം തന്നെ ഇപ്പോൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആരൊക്കെയാണ് ന്യൂനപക്ഷം എന്നുള്ളത് അതാത് സമയത്തെ, അതാത് കാലത്തെ, അതാത് പ്രദേശത്തെ വോട്ട് ബാങ്കിനെ അടിസ്ഥാനമാക്കിയാണ് അത് സ്ഥാപിക്കുന്നത്. പക്ഷേ ഈ വഖഫ് ഒറിജിനൽ നിയമം എന്തായിരുന്നു, അതല്ലെങ്കിൽ ഈ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിരുന്ന ഭേദഗതി എന്തായിരുന്നു, അത് ചെയ്തിരുന്ന ദ്രോഹം, അതുമൂലം ഉണ്ടായ ദ്രോഹം എത്രയൊക്കെ ആയിരുന്നു. വളരെ ആർബിട്രറി ആയിട്ട് ഒരു പ്രദേശം, ഈ പഴയ ശക്തരായിരുന്ന നാടുവാഴികളും ജന്മികളും ഒക്കെ ചെയ്തിരുന്ന പോലെ പ്രദേശം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഞാനിങ്ങ് എടുക്കുന്നു, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അതിനെ ഞാനിങ്ങ് തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു മേഖല, ഒരു ഗ്രാമം, ഒരു പ്രദേശം
വഖഫ് അങ്ങ് പറയുന്നു ഇത് ഞങ്ങളുടേതാണ്, വഖഫ് ഭൂമിയാണെന്ന്, കഴിഞ്ഞു. അതിനെതിരെ നിയമമില്ല, അതിനെതിരെ സർക്കാരില്ല, അതിനെതിരെ റവന്യൂ ഇല്ല. ഈ വാദത്തിന് അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഈ ശ്രമത്തിനുള്ള മറുപടി കൂടിയല്ലേ വ്യക്തമായി കാര്യകാരണ സഹിതം ഇന്ന് KCBCയും സിറോ മലബാർ സഭയും ചൂണ്ടിക്കാട്ടുന്നത്? ഗൗതം. പ്രദീപിള്ള അത് തന്നെയാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ഒരു നിയമം പിന്നീട് അത് കാലാകാലങ്ങളായി രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭരണകൂടം പല ഘട്ടങ്ങളിലും വഖഫിന് അനാവശ്യമായ അധികാര പരിധി നൽകുന്നുണ്ടായിരുന്നു. അതിനാലാണ് ഇത്തരം ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുള്ളതും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ധാരാളം കേസുകൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നേരത്തെ പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് കണ്ണായ ഭൂമി അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഏതൊരു ഭൂമിക്കുമേലും അവകാശവാദം സ്ഥാപിക്കുവാനും അത് തട്ടിയെടുക്കുവാനുമുള്ള അവകാശം നൽകുന്ന അല്ലെങ്കിൽ പവർ നൽകുന്ന രീതിയിലുള്ള നിയമമാണ് നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ നിയമം മൂലം ഉണ്ടായിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിലായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ഏതാണ്ട് 1500 വർഷം പഴക്കം ചെന്ന സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രം ഉൾപ്പെടെ 1500 വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷ്ഠ നടന്ന ഒരു ക്ഷേത്രവും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമവും മുഴുവൻ തങ്ങളുടേതാണ് എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നും നേരെ നമ്മൾ ബീഹാറിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബീഹാറിലെ ഗോവിന്ദ്പുര എന്ന പട്നയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തിന് മേൽ ഇത്തരത്തിൽ അതൊരു ടിപ്പിക്കൽ ഹിന്ദു ഗ്രാമമാണ്. അതിനുമേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയായ ഇപ്പോഴത്തെ ഗുജറാത്തിലെ ദ്വാരകയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിന് മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് കൂടാതെ ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ ഹിന്ദു ഗ്രാമങ്ങൾക്ക് മേലുള്ള അവകാശവാദം കൂടാതെയാണ് ഈ ക്രൈസ്തവ പ്രദേശങ്ങൾക്ക് മേലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്. ചിറായിലും മുനമ്പിലും ഒക്കെ സംഭവിച്ചത് ഈ വഖഫ് ബോർഡിന് ലഭിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള അധികാര പരിധിയെ കൃത്യമായി തന്നെ ദുരുപയോഗം ചെയ്തതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ്. അതിനാൽ മറ്റു മതവിഭാഗങ്ങൾക്ക് വലിയ ആശങ്ക പതിറ്റാണ്ടുകളായി തന്നെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നു എന്നതാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഭേദഗതി നിയമം കൊണ്ടുവരാൻ BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും JPCയുടെ പരിഗണനയിൽ ഇരിക്കവേ ഈ ബില്ല് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധാരാളം കത്തുകളും നിവേദനവുമാണ് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2 നിവേദനമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി KCBCയുടെയും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെയും ആയിരിക്കുന്നത്. ഹൈന്ദവ സംഘടനകൾക്കൊപ്പം ക്രൈസ്തവ സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് ബുദ്ധിസ്റ്റ് ജൈന മതവിഭാഗങ്ങളുമെല്ലാം ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം അനിവാര്യമാണ്, എത്രയും പെട്ടെന്ന് മോദി സർക്കാർ ഇത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും വരും മണിക്കൂറുകളിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മാത്രമല്ല വളരെ എത്ര ഉചിതം, എത്ര സമയോചിതം, എത്ര പ്രസക്തി ഉണ്ട് ഈ ഭേദഗതിക്ക് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, റിപ്പോർട്ട്. പറഞ്ഞതുപോലെ ഈ 95-ലെ ഭേദഗതി അത് 2014 മൻമോഹൻ സിംഗ് സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് വരെ ഒരു ക്രൂരത കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭേദഗതിയിൽ. ഒരു കാര്യം ദീപിക പറഞ്ഞിട്ടുണ്ട്. കാരണം 2014 മെയ് 26-ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വെറും 8 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2013 സെപ്റ്റംബർ 20-ന് വഖഫ് ആക്ട് നിയമ ഭേദഗതി നടത്തി വഖഫ് ബോർഡിന് കൂടുതൽ അമിത അധികാരം നൽകി എന്നുള്ളതാണ്. ആ കാര്യം കൂടെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ചർച്ചയല്ല, ഇത് വാർത്തയല്ല, ഇതാർക്കും പ്രശ്നവുമല്ല.